വണക്കം വന്ദനം നമസ്കാരം ഗുഡ് മോർണിംഗ് ടു യു ആൾ. സ്വാഗതം ചെയ്യുകയാണ് ട്രേഡർ ഓപ്ഷൻ ട്രേഡറിലേക്ക്. ഞാൻ നിങ്ങളുടെ സ്വന്തം ഗുരുജി. ഞാനൊരു സെബി രജിസ്റ്റർ അഡ്വൈസർ അല്ല, അതുകൊണ്ട് തന്നെ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ സ്റ്റഡി പർപ്പസിനായിട്ട് യൂസ് ചെയ്യുക. വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന ദിവസം 5 തീയതി ജാനുവരി മാസം 2026 രാവിലെ 7:12 ആയിട്ടുണ്ട്. വീഡിയോ ഡ്യൂറേഷൻ ഒരു 5 അല്ലെങ്കിൽ 6 മിനിറ്റിനകത്ത് തീർക്കാനായിട്ട് ശ്രമിക്കുകയാണ്. ഇത് മാർക്കറ്റ് പ്രൊഫൈൽ വേഴ്സസ് ക്യാൻഡിൽ സ്റ്റിക്ക്, അങ്ങനത്തെ ഒരു അനാലിസിസും കാര്യങ്ങളൊക്കെ ആയിട്ട് പറ്റുന്ന ദിവസങ്ങളിൽ വീഡിയോ ഇടാൻ പറ്റാത്ത ദിവസങ്ങൾ ടെലഗ്രാം ചാനലിൽ അതിൻ്റെ ചാർട്ടും അതേപോലെ അതിൻ്റെ പോയിന്റ് ഓഫ് കൺട്രോളും ഒരു സ്ട്രാറ്റജി നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് യൂസ് ചെയ്ത് നമുക്ക് അതിനകത്ത് എത്ര സക്സസ് ഉണ്ട് എത്ര ഫെയിലിയർ ഉണ്ട് എന്ന് നോക്കിയതിന് ശേഷം സക്സസ് റേഷ്യോ കൂടുതലാണ്. എക്സാമ്പിളിന് നമ്മളൊരു 45 ദിവസം ഒറ്റ സ്ട്രാറ്റജി ഫോക്കസ് ചെയ്ത് നോക്കി അതിൽ ഒരു 65-70% സക്സസ് റേഷ്യോ ഉണ്ട്, ബാക്കി 30% ഫെയിലിയർ ആണെന്നുണ്ടെങ്കിൽ ആ സ്ട്രാറ്റജി ഫോളോ ചെയ്യാവുന്നതാണ്. അങ്ങനെ കുറേ മാസങ്ങളായിട്ട് നമ്മൾ POC എന്ന് പറയുന്ന ഒരു പ്രീമിയം കാൽക്കുലേഷൻ പറഞ്ഞതിന് ശേഷം അത് ഏതൊക്കെ സ്ട്രൈക്കിലാണ് എന്ന് നോക്കാൻ പറഞ്ഞിരുന്നു. എല്ലാവർക്കും അറിയേണ്ട ആഗ്രഹം POC എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന്. അതൊരു രാജ്യരഹസ്യമൊന്നുമല്ല, ഈസി ആയിട്ട് പറഞ്ഞു തരാമെന്നുള്ള കാര്യമുള്ളൂ. എൻ്റെ ഒരു റിക്വസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കണ്ടുപിടിച്ചാൽ എങ്ങനെ നമ്മൾ യൂസ് ചെയ്യും. അപ്പോൾ റിവേഴ്സ് പ്രോസസ് ആണ് നമ്മളിവിടെ ചെയ്യുന്നത്. കണ്ടുപിടിക്കാൻ പഠിച്ചു നിങ്ങൾ, അല്ലെങ്കിൽ പറഞ്ഞു തരുന്നു ഞാൻ, അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ചു, അത് എങ്ങനെ യൂസ് ചെയ്യും. ആദ്യം നമ്മളിവിടെ അവതരിപ്പിക്കുന്നത് എങ്ങനെ യൂസ് ചെയ്യാം. ഇങ്ങനത്തെ ഒരു സാധനമുണ്ട്, ഓൾറെഡി ഉണ്ട്. അത് എവിടെയൊക്കെ എങ്ങനെയൊക്കെ വർക്ക് ചെയ്യുന്നു, ഏതൊക്കെ ദിവസങ്ങൾ വർക്ക് ചെയ്യുന്നു, എവിടെയൊക്കെ എങ്ങനെയൊക്കെ ഓപ്പൺ ആയാൽ അത് വർക്ക് ചെയ്യുന്നു എന്നുള്ളതൊക്കെ റെഗുലറായിട്ട് വാച്ച് ചെയ്ത് നോട്ട് ചെയ്ത് അതിന് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഐഡിയ കിട്ടും. ഓക്കെ, POC ഇങ്ങനെ വർക്ക് ചെയ്യുന്നു, അവിടെ വർക്ക് ചെയ്യുന്നു. അത് കഴിഞ്ഞതിന് ശേഷം കണ്ടുപിടിക്കാനുള്ള ഒരു പോയി കഴിഞ്ഞാൽ റിവേഴ്സ് പ്രോസസ് ആയിട്ട് നിങ്ങൾക്ക് നല്ല സക്സസ്ഫുൾ ആയിട്ട് പോകാൻ പറ്റും. ഇത് മാർക്കറ്റ് പ്രൊഫൈലിന്റെ ചാർട്ടാണ്, കൂടുതൽ സമയം ഞാൻ ഇവിടെ എടുക്കുന്നില്ല. ഇത് മാർക്കറ്റ് പ്രൊഫൈലിന്റെ TPO എന്ന് പറയുന്ന ചാർട്ടാണ്. ഈ ചാർട്ടിൽ 30 മിനിറ്റിന്റെ ടൈം ഫ്രെയിമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നിഫ്റ്റി ഫ്യൂച്ചറിന്റെ ചാർട്ടാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് നവംബർ 14 തീയതിയുള്ള ഒരു ബേസ് ആണ്. നവംബർ 14 തീയതിയുള്ള ബേസ്. ഈ ബേസിന്റെ അവിടെ വരുമ്പോഴൊക്കെ ഒരു റിജക്ഷൻ വന്നിട്ടുണ്ട്. ഇവിടെ ഒരു ദിവസം, ഇവിടെ 2 ദിവസം, ഇവിടെ 3 ദിവസം. ഈ ബേസിലോട്ട് വരുമ്പോഴെല്ലാം, അതായത് നേരെ ഇവിടെ നിന്ന് മുകളിലോട്ട് പോയി ഓൾ ടൈം ഹൈലോട്ട് പോയി വീണ്ടും താഴോട്ട് വന്നു. ഈ ബേസിന്റെ അവിടെ നിന്ന് വീണ്ടും ഇവിടെ പോയി വീണ്ടും ഇവിടെ വന്നു, തിരിച്ചും ബേസിന്റെ അടുത്ത് വന്നിട്ട് വീണ്ടും ഓൾ ടൈം ഹൈർ അവിടെ മുകളിൽ നിൽക്കുകയാണ്. ഇന്നലെ നമ്മുടെ ഒരു വീഡിയോ കോൾ ഉണ്ടായിരുന്നു ഗൂഗിൾ മീറ്റിൽ, ടെലഗ്രാം ചാനലിൽ ഇട്ടിരുന്നു. അത് 7:30 തുടങ്ങി. ഏകദേശം ഒരു 2-2.5 മണിക്കൂറോളം ഡിസ്കഷൻ പോയി. പല രീതിയിലും ഓപ്ഷൻ സെല്ലറിനുള്ള ഡിസ്കഷൻ പോയി. ഓപ്ഷൻ സെല്ലർ എങ്ങനെ നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ ക്യാപിറ്റലിൽ നിന്ന് 1%, 2% നമുക്ക് ഏൺ ചെയ്യാം എന്ന് എൻ്റെ കൂട്ടുകാരൻ, നമ്മുടെ ഗ്രൂപ്പിലെ കമ്മ്യൂണിറ്റിയിലുള്ള ജിതിനും ജോർജ് സാറും നമ്മളെല്ലാം കൂടെ ഒരു ഡിസ്കഷൻ ഉണ്ടായിരുന്നു. അത് വളരെ യൂസ്ഫുൾ ആയിരുന്നു. 2.5 മണിക്കൂർ പോയി. അതായത് അത്രയ്ക്ക് ഇൻട്രസ്റ്റഡ് ആയിട്ടാണ് അത് ഇൻവോൾവ്മെന്റ് ഉള്ളത്. നമ്മൾ പിന്നെയാണ് ആലോചിച്ചത്, 2.5 മണിക്കൂറായി, നമുക്ക് നിർത്താം. എന്നിട്ടാണ് നിർത്തിയത്. പക്ഷെ അതാണ് നമ്മുടെ ഒരു ഇന്നലത്തെ ദിവസം. ലേൺ ലോട്ട്. അങ്ങനെ ഈ മാർക്കറ്റ് പ്രൊഫൈലിന്റെ ഈ ബേസ് ഇവിടെ ഒരു അക്കുമുലേഷൻ എന്ന് പറയും. അക്കുമുലേഷനോ അല്ലെങ്കിൽ ഇവിടെ ഒരു എന്തോ സംതിങ് ഇവിടെ നടന്നിട്ടുണ്ട് ഈ ഏരിയയിൽ. അതായത് മുകളിലോട്ട് പോയിട്ട് വീണ്ടും 26 തന്നെ വീണ്ടും വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ പ്രൊഫൈലിനെ, ഇതും നമ്മുടെ ജിതിൻ പറഞ്ഞതിന് ശേഷമാണ് ഞാൻ നോട്ട് ചെയ്തത്, ഈ പ്രൊഫൈലിനെ P പ്രൊഫൈൽ എന്ന് പറയും. ഇതിനെ P പ്രൊഫൈൽ എന്ന് പറയും. അതായത് ഇത്രയും കൺസോളിഡേഷന് ശേഷം ഒരു P പ്രൊഫൈൽ ഇവിടെ ക്രിയേറ്റ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗൂഗിൾ ചെയ്ത് നോക്കാം. ഇങ്ങനെയൊക്കെ നിങ്ങൾ പഠിച്ചാൽ സെൽഫായിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും, ആർക്കും കാശ് കൊടുക്കണ്ട. P പ്രൊഫൈൽ എന്താണ്, മാർക്കറ്റ് പ്രൊഫൈൽ, അത് എങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നത് എന്നുള്ളത് ചുമ്മാ ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇപ്പൊ നമുക്ക് ChatGPTയും AI ഒക്കെ ഉണ്ടല്ലോ, അവിടെ പോയി ചോദിച്ചു കഴിഞ്ഞാൽ അത് പറഞ്ഞുതരും എന്താണ് സംഭവം എന്നുള്ളത്. അവിടെ നിന്ന് നിങ്ങൾ അടുത്ത ലെവലിലോട്ട് പഠിക്കുക. ഓക്കെ, സോ ഇതാണ് മാർക്കറ്റ് പ്രൊഫൈലിൽ നമ്മൾ കാണുന്നത്. ഒരു കൺസോളിഡേഷന് ശേഷം ഒരു P പ്രൊഫൈല് ഇത് മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. ഇത് മാർക്കറ്റ് പ്രൊഫൈലാണ്. നമ്മൾ ക്യാൻഡിൽ സ്റ്റിക്കിലോട്ട് പോവുകയാണ്. നിഫ്റ്റി ഫ്യൂച്ചർ വെച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. വീണ്ടും ആലോചിക്കുക. ഇപ്പൊ ഈ P പ്രൊഫൈലിന്റെ ബേസ് നമ്മളിവിടെ സപ്പോർട്ടായിട്ട് വെച്ചിട്ടുണ്ട്. P പ്രൊഫൈലിന്റെ ബേസ് സപ്പോർട്ടാണ്. ഇവിടെ നമുക്കൊരു ഓൾ ടൈം ഹൈക്ക് മുകളിൽ ഇവിടെ ഒരു ഏരിയ നമ്മളിവിടെ ലൈൻ ഇവിടെ വരച്ചു വെച്ചിട്ടുണ്ട്. ഇന്നത്തെ പോയിന്റ് ഓഫ് കൺട്രോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 65 രൂപയാണ് ഇന്നത്തെ പോയിന്റ് ഓഫ് കൺട്രോൾ. 65 rupees ആണ് ഇന്നത്തെ പോയിന്റ് ഓഫ് കൺട്രോൾ. നോക്കുക,
ഇതേപോലെ നമ്മൾ ഇന്നലെ ടൈറ്റൻ എന്ന് പറയുന്ന ഒരു സ്റ്റോക്കിനെ കുറിച്ചും ഡിസ്കസ് ചെയ്തിരുന്നു. ടൈറ്റൻ സ്പാട്ട് വെച്ചാണ് കാര്യങ്ങൾ പറയുന്നത്. ഇത് ടൈറ്റൻ ആണ്. ഇത് ടൈറ്റന്റെ ലെവൽസ് ആണ് സ്പോട്ടില്. ടൈറ്റൻ നമ്മുടെ പോയിന്റ് ഓഫ് കൺട്രോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 82 രൂപയാണ്. 82 റുപ്പീസ് ആണ്. 82 റുപ്പീസ് ആണ് നമുക്ക് ടൈറ്റന്റെ പോയിന്റ് ഓഫ് കൺട്രോൾ. അത് നോട്ട് ചെയ്യുക. ഇതൊക്കെയാണ് ലെവൽസ്. ഇതിനെക്കുറിച്ചും ഇന്നലെ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. സോ നിങ്ങൾ നോക്കുക. വീണ്ടും ഒരു വീഡിയോയിൽ കണ്ടുമുട്ടാം. കണ്ടതിൽ നന്ദി, നമസ്കാരം. താങ്ക് യു വെരി മച്ച്.